ചെങ്ങായിമാരെ നമ്മൾ നിഷാദ് റാവുത്തറുണ്ടല്ല ഒരു സംഖ്യനെ കൂടി ഉണ്ടല്ല നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. ആ നാണം കെട്ട സംഖ്യ വേറെ ആരുമില്ല, നമ്മളെ ഷാബു പ്രസാദ് ഇല്ലേ, ചാണക സംഖ്യ ഷാബു പ്രസാദിനെയാണ് നിഷാദ് റാവുത്തർ നാണം കെടുത്തി വിട്ടത്. ഈ ചാണക സംഖ്യകൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ദിവസം ചർച്ചക്ക് പോവാ, ആ ചർച്ച ഒന്നുണ്ടല്ല നാണം കെടുക, നാണം കെട്ട് കണ്ടം വഴി ഓടുക. എന്തായാലും നമുക്ക് നിഷാദ് റാവുത്തർ ആ ചാണക സംഖ്യ കണ്ടം വഴി ഓടിക്കുന്ന മനോഹരമായ വീഡിയോ കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഷാബു പ്രസാദ് ഇത്ര വലിയ തോതിൽ ഈ സമരം വികസിക്കുന്നതും സർക്കാരിന് അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യവും ആവശ്യവും ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ സമരത്തിന്റെ രംഗത്തുള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് എടുത്ത പൊസിഷനിൽ അഡമന്റായി നിൽക്കുകയും ചെയ്യുകയാണ്. തുടരട്ടെ ഈ സമരം എന്ന മട്ടാണോ സർക്കാരിന്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഈ സമരത്തിന്റെ പ്രധാന ആവശ്യം. എന്താണ് പ്രശ്നം? എന്തായിരുന്നു? നീറ്റ് പരീക്ഷ നടന്നു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഈ ചോദ്യപേപ്പർ ചോർന്ന വിവരം ഈ ലോകത്തിനെ അറിയിച്ചത് ആരാണ്? പത്രക്കാരോ അല്ലെങ്കിൽ ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊന്നുമല്ല, ഗവൺമെന്റ് തന്നെ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ പരാതിയും ആവർത്തിച്ചുള്ള ഫോളോ അപ്പ് വേണ്ടി വന്നു. അത് സമ്മതിക്കാൻ, അത് പുറത്തുവിടാൻ, അത് അതിലേക്ക് എത്താൻ, അല്ലാതെ NTA സ്വയം ഡിറ്റക്ട് ചെയ്തതല്ല. അതായത് ഇനി അടുത്ത ഈ പരീക്ഷ സിസ്റ്റം മാറ്റുക എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ്. അടുത്ത വർഷം മുതൽ പൂർണ്ണമായും പേപ്പർലെസ് ആയി ഓൺലൈനായി കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തു. അതായത് സിസ്റ്റത്തിലെ എറർ പരിഹരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനപ്പുറം അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വലിയ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ യുക്തിയിലാണ് താങ്കൾ പറയുന്നത്. അല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലോ, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇഷ്യൂ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. ആ ഇഷ്യൂ പരിഹരിച്ചു. ഇത് ചോർന്നത് ഒന്ന് ജാർഖണ്ഡിൽ, പ്രധാനമായിട്ടും ചോർന്നത് ഇവർ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്നാണ്. ആ ജാർഖണ്ഡിലെ ലോക്കൽ പോലീസിന്റെയും ലോക്കൽ അതോറിറ്റീസിന്റെയും സാന്നിധ്യത്തിൽ അവരുടെ ഫോട്ടോ കൊണ്ട് നടന്ന ഒരു മോഷണമാണത്. ജാർഖണ്ഡിലാണ് ഇത് നടന്നത്, അവിടെയാണ് നടന്നത്. കാര്യം ഇനിയിപ്പോൾ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഉന്നത നേതൃത്വത്തിലില്ലേ, കേന്ദ്ര ഗവൺമെന്റിലില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏറ്റെടുത്തു, അവരത് അഡ്മിറ്റ് ചെയ്തു, അത് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ന് വരെ പരീക്ഷാ പേപ്പറുകളൊന്നും ചോർന്നിട്ടില്ല എന്ന വിവരം ഇപ്പോൾ നമ്മൾ ഇന്ന് ലോകത്ത് തന്നു. അങ്ങനെയുള്ള ഒരു വലിയ കാര്യം ഇപ്പോൾ സംഭവിച്ചു എന്നുള്ളതും ഈ സംഭവത്തോടുകൂടി ചെറിയ പ്രശ്നം മാത്രമാണോ ഷാബു പ്രസാദ്? ഈ പരീക്ഷയുടെ തട്ടിപ്പ് താങ്കൾ പറഞ്ഞ പോലല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഞങ്ങൾക്ക് തെറ്റുപറ്റി ആദ്യം കണ്ടെത്തുകയല്ല ചെയ്തത്. ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചരിച്ച പല സംഗതികളും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ചോർന്നു പോയി ആളുകൾക്ക് മനസ്സിലാവുന്നു. ചില അക്കാദമികളിലെ ട്രെയിനേഴ്സിന് മനസ്സിലാവുന്നു. അവർ റൈസ് ചെയ്യുന്നു. കുട്ടികൾ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. പോലീസിൽ കംപ്ലൈന്റ് ആയിട്ട് വരുന്നു. പോലീസിൽ ഇത് കംപ്ലൈന്റ് ആയി വരുന്ന ഘട്ടത്തിൽ പോലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മറ്റുള്ള നിഷേധിക്കുകയാണുണ്ടായത്. അതിനുശേഷം പോലീസ് ചില നിർണായകമായിട്ടുള്ള ലീഡുകളിലേക്ക് പോകുന്നു. ഒരേ ഘട്ടത്തിൽ ടെസ്റ്റിംഗ് ഏജൻസി സമ്മതിക്കുന്നു, ശരിയാണ് ചോർന്നു പോയിട്ടുള്ളത്, അതുവരെ ഓക്കെ. അത് കഴിഞ്ഞ ശേഷം ഈ പരീക്ഷ റദ്ദാക്കുന്നു. പരീക്ഷ റദ്ദാക്കുന്നതിന്റെ മാനസിക സമ്മർദ്ദത്തിൽ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുന്നു. വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുമോ? അങ്ങനെ രജിസ്റ്റർ ചെയ്തതിൽ ലക്ഷക്കണക്കിന് കുട്ടികളത് ഈ പരീക്ഷ എഴുതാൻ വന്നില്ല. രജിസ്റ്റർ ചെയ്തതിൽ നല്ല വിഭാഗം ആൾക്കാർ, മുമ്പ് ഇതിനേക്കാൾ കുറവ് ആൾക്കാർ ഉണ്ടാവും പരീക്ഷ, അവർക്ക് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. രജിസ്റ്റർ ചെയ്ത് 2-3 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതാൻ വന്നില്ല. കഴിഞ്ഞ തവണ 92% ഇത്തവണ 80% മാത്രമേ ആളുകൾ പരീക്ഷ എഴുതിയുള്ളൂ. സോ ഒരു സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്. അതേപോലെ ഉദ്യോഗസ്ഥരെ മാറ്റിയാലോ, അതിലെ 1-2 താഴെത്തട്ട് ക്രിമിനലുകളെ പിടിച്ചാലോ തീരുന്ന പ്രശ്നമാണോ? ആരാണ് ആ സിസ്റ്റത്തിന്റെ ട്രസ്റ്റ് ഇല്ലാതാക്കിയെന്നുള്ള ക്വസ്റ്റൻ അവിടെ ഇല്ലേ? അല്ല, ഈ സിസ്റ്റത്തിന്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ 20 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതില്ലായിരുന്നു നിഷാദെ. ശരിയാണ്, 2 ലക്ഷം കുട്ടികൾ കുറവാണ് പരീക്ഷ എഴുതിയത്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച്, അതായത് ഈ കഴിഞ്ഞ ആദ്യത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിരുന്നല്ലോ, അതിന്റെ അകത്ത് വളരെ കുറച്ച് മാർക്ക്, അതായത് പാസ് മാർക്ക് ആ രീതിയിൽ ക്ലിയറിംഗ് മാർക്കിന് അടുത്തങ്ങ് എത്താത്ത കുട്ടികളാണ് ബഹുഭൂരിപക്ഷം ഈ പരീക്ഷ രണ്ടാമതും എഴുതാതിരുന്നത്. എന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്ത, ആദ്യത്തെ ടെസ്റ്റിലും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾ, പ്രതീക്ഷ ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും വീണ്ടും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമാണത്. പരീക്ഷാ സിസ്റ്റത്തിലെയും ഇവിടുത്തെ അതെ അല്ലല്ല തെരുവിലെ കാര്യം ഇവിടെ ഈ പരീക്ഷ എഴുതിയ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ മിടുക്കന്മാരായ കുട്ടികൾ ഇന്നലെ സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടി പറഞ്ഞത് എന്താ? എനിക്ക് ഇതിനൊന്നും സമയമില്ല, എനിക്കിത് പഠിച്ച് കൂടുതൽ മാർക്ക് മേടിക്കാനാണ് എനിക്ക് താല്പര്യം എന്നാണ്. പഠിക്കാനും അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു പൊതുവികാരമാണ് ആ കുട്ടി അവിടെ കാണിച്ചത്. അപ്പത്തൊരു കുട്ടി ഇപ്പൊ ആയിരക്കണക്കിന് കുട്ടികൾ ഏതാണ് പൊതുവികാരത്തിന്റെ മാനദണ്ഡം എടുക്കുക? അല്ല അതായത് എനിക്ക് എന്റെ സൗകര്യം പോലെ എനിക്ക് കണ്ടുകൂടെ? ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കണ്ടോളൂ, എനിക്കിങ്ങനെ കാണാനുണ്ട്. അല്ല, എന്റെ ലോജിക്ക് നിങ്ങൾ തീരുമാനിക്കണ്ട. അതായത് ഒരു കുട്ടി പറയുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി പറയുന്നു എനിക്ക് പഠിക്കാൻ അവസരം മതി, എനിക്ക് സമരം ചെയ്യാൻ വയ്യാന്ന്. അതേസമയം 100 കണക്കിന് കുട്ടികൾ, 1000 കുട്ടികൾ തെരുവിൽ നിന്നുകൊണ്ട് സർക്കാരിന്റെ സിസ്റ്റത്തെ വിമർശിക്കുന്നു. അതിലേതാണ് പൊതുവികാരത്തിന്റെ മാനമായി താങ്കൾ എടുക്കുക? എനിക്ക് താങ്കൾ ഒറ്റ കുട്ടിയെ ഞാൻ എടുക്കുള്ളൂ. അതാണ് പൊതുവികാരം എന്ന് പറയുന്നത്. നന്നായിട്ട് അല്ല, ഇനി പൊതുവികാരം മുഴുവനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം കുട്ടികളും വന്ന് അഭിപ്രായം പറയേണ്ടി വരും. ഈ 100 അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്കാണെങ്കിൽ അത് ഈ രണ്ടുപേരുടെയും നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ഇത് മുഴുവൻ ആൾക്കാരുടെയും റെപ്രസെന്റേഷൻ അല്ല. ഇത് നമ്പർ ഗെയിം കളിക്കാനാണെങ്കിൽ ഓക്കെ. ഈ പരീക്ഷയിൽ അതായത് ഈ പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ കുട്ടിയാണ് പറഞ്ഞത്. ഇതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒട്ടുമിക്ക കുട്ടികളുടെ അഭിപ്രായം ഇതാണെന്നേ. എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് നേരിട്ട് അറിയാവുന്ന കുട്ടി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു.
എനിക്ക് പറയാം, എനിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എനിക്ക് നേരിട്ട് പറയുന്നത് ഒന്ന്, പബ്ലിക്കായിട്ട് നാഷണൽ വൈഡ് പറഞ്ഞു, അല്ലാതെ നിങ്ങൾ പരീക്ഷ എഴുതിയ കുട്ടികളോട് ചോദിച്ചു നോക്കുന്നത്. നിങ്ങൾ ഈ മീഡിയ ഇത്ര ദിവസമായി ഈ നീറ്റ് പുനഃപരീക്ഷ എഴുതിയ എത്ര കുട്ടികളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? ക്ലിയർ ചെയ്ത എത്ര കുട്ടികളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? അറ്റ്ലീസ്റ്റ് 20 കുട്ടികളുടെ കഥയെങ്കിലും എനിക്കറിയാം. ഞാൻ ഫ്ലോറിലായിരുന്നു, അറ്റ്ലീസ്റ്റ് 20 കുട്ടികളുടെ കഥ എനിക്കറിയാം. അവർ ആത്മഹത്യ ചെയ്തവരാണ്. അതെ, പുനഃപരീക്ഷ എഴുതി ക്ലിയർ ചെയ്ത ആ മീഡിയ വണ്ടിന്റെ പരിസരത്തുള്ള കുട്ടികളോടെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കഥ മീഡിയ വണ്ടിന്റെ പരിസരത്തുള്ള കുട്ടികളോട് സംസാരിച്ചില്ല. ഈ പരീക്ഷയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ പരീക്ഷാ സംവിധാനം തകർന്ന് തരിപ്പണമായതിന്റെ പേരിൽ സോറി പപ്പ മമ്മ എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത അടക്കം 20 കുട്ടികളുടെ കഥ. ഈ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയം വേണ്ടെന്ന് പറഞ്ഞ ഒരു മാന്യനാണോ ആ മരിച്ച 20 കുട്ടികളാണോ നിങ്ങളുടെ അനുഭവം? പുനഃപരീക്ഷ നടത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ഇവിടുത്തെ പരീക്ഷാ സംവിധാനം മുഴുവൻ തകർന്നു. കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഇതിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഈ നറേറ്റീവ് സൃഷ്ടിക്കുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. പരീക്ഷാ സംവിധാനത്തിൽ പിഴവൊന്നുമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. 152 പരീക്ഷകളുടെ സംഗതികൾ ചോർന്നതിനെ കുറിച്ചുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഈ സമരക്കാർ ഉന്നയിക്കുന്നത്. പ്രശ്നമുണ്ട്. എല്ലാ തവണയും ഈ പരിഹരിക്കുന്ന വാഗ്ദത്തം ചെയ്യും. എല്ലാ പരീക്ഷയ്ക്ക് മുമ്പും പ്രധാനമന്ത്രി വന്ന് എങ്ങനെ ആങ്സൈറ്റി പരിഹരിക്കാൻ ക്ലാസ് എടുക്കും. അതേസമയം പരീക്ഷാ പേപ്പർ ചോർന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കാണാനില്ല. അതിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ആങ്സൈറ്റി എങ്ങനെ മറികടക്കാം, എങ്ങനെ പഠിച്ചതെല്ലാം ഓർത്ത് വയ്ക്കാം, അവർക്ക് പ്രധാനമന്ത്രി ക്ലാസ് എടുക്കും. പക്ഷേ അതിനുശേഷം ചോദ്യപേപ്പർ ചോരുന്നു, പരീക്ഷ പൊളിയുന്നു, പിന്നെ പ്രധാനമന്ത്രിയെ കാണാനില്ല. 12 വർഷം മുമ്പ് നരേന്ദ്രമോദി കൊണ്ടുവന്നതാണല്ലോ ഈ നീറ്റ് എക്സാം. ആ 12 വർഷം മുമ്പ് വരെ ഈ രാജ്യത്തെ എല്ലാ പരീക്ഷകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മോദി കൊണ്ടുവന്നല്ലേ? ഈ രാജ്യത്തെ അത് കോടതി നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നതാണത്. കോടതി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണത്. ഈ രാജ്യത്ത് പരീക്ഷ എന്ന് പറയുന്ന ഏർപ്പാടും പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നതും അത് ഇവിടെ ചർച്ചയാകുന്നതും ഈ 2014 ശേഷം മാത്രം സംഭവിച്ച ഒരു സംഭവവികാസമാണ്, ഒരു പ്രതിഭാസമാണ് എന്നത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൂടെ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം 2014 മുമ്പുള്ള കഥയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങളാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് BJP ആണ്. മറ്റേ 2014 എല്ലാ സംഗതികളും മാറ്റിമറിക്കാവുന്ന സർക്കാരാണ്. 2014 മുമ്പുള്ള എല്ലാ കെടുതികളെയും മാറ്റിവെക്കാനുള്ള സർക്കാരാണ് ഈ സർക്കാരിന്റെ കീഴിൽ പരീക്ഷാ സംവിധാനത്തിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആളാണ്. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആൾ പറയുന്നത് പരീക്ഷാ സംവിധാനത്തിൽ കുഴപ്പമുണ്ട്. 2ാം റാങ്കുകാരനെ കിട്ടി മോദിക്ക് വേണ്ടി സംസാരിക്കാൻ, 3ാം റാങ്കുകാരും ബാക്കിയുള്ള റാങ്കുകാരും എല്ലാം പറയുന്നത് കുഴപ്പമുണ്ടാണ്. എല്ലായിടത്തും ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാം ദേശീയ മാധ്യമങ്ങളെ പിള്ളേരെ റോളിട്ട് കൂവാണ്. ദേശീയ മാധ്യമങ്ങൾ പറയല്ലേ, ദേശീയ മാധ്യമങ്ങൾ പറയല്ലേ, ദേശീയ മാധ്യമങ്ങളെ പിള്ളേരെ റോളിട്ട് കൂവാണ്. അത് വേറെ കാര്യം. ഇവിടെ രാവിലെ അമേരിക്കൻ ഗൂഢാലോചന പറയുക, ഉച്ചയ്ക്ക് പാകിസ്ഥാൻ ഗൂഢാലോചന പറയുക, വൈകുന്നേരം ബംഗ്ലാദേശ് ഗൂഢാലോചന പറയുക. ഇതാണ് പരിപാടി. ദേശീയ മാധ്യമങ്ങൾ ഹിന്ദിയിൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ ദേശീയ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ അവിടെ നിൽക്കുന്നത് ജന്തർ മന്ദർ നിൽക്കുന്ന 20 വയസ്സുള്ള കുട്ടിയാണ്. 20 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ള കുട്ടിയാണ്, 17 വയസ്സുള്ള കുട്ടിയാണ്. മോദി അധികാരത്തിലേക്കും 5-6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അവർക്ക് നിങ്ങൾ പഴയ കോൺഗ്രസിന്റെ കഥ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അവരോട് അവർക്കറിയാവുന്ന ഈ റൂളറേയും ഈ റൂൾ കാലഘട്ടവുമാണ്. ആ കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ കുട്ടികളെ, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, അതൊക്കെ എന്താ പറയുന്നത്? ലാത്തിയിൽ ആണി വെച്ചിട്ട് അടിക്കുക. നമ്മൾ കണ്ട കാര്യം ലാത്തിയിൽ ആണി വെച്ചിട്ട് അടിക്കുക. പിരിഞ്ഞു പോകുന്ന പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ലാത്തി വെച്ച് കുത്തുക, അവരെ molest ചെയ്യുക. ഞാൻ കാണാത്ത കാര്യം ഉണ്ടാവും, ഞാൻ കണ്ട കാര്യം മാത്രം സംസാരിക്കാം. പോലീസിന്റെ കാര്യം എന്താണ്? പോലീസിന് ആൾക്കാരെ ബാരിക്കേഡ് വെച്ച് തടയാം, ആൾക്കാരെ ബാരിക്കേഡ് വെച്ച് തടയാം. അക്രമം കാണിച്ചാൽ ലാത്തി എടുക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാം. പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങൾ കടന്നു പിടിക്കുക, ലാത്തി വെച്ച് കുത്തുക, ആണി വെച്ച് കുത്തുക, ഇതൊക്കെ എന്തിനാണ്? നടന്നു പോകുന്ന വഴിയിൽ അവിടെ വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനം പോലീസ് അടിച്ചു പൊട്ടിക്കുന്നു. കണ്ട കാര്യം പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ സുരക്ഷാ മേഖലയിലേക്ക് കടന്നു കയറിയ ഭാഗമാണോ? ഈ നിഷാദെ എന്ന് വിളിച്ചിട്ട് മെഴുകുന്ന ഈ ചാണക സംഖ്യ ഉണ്ടല്ല, ഡൽഹിയിലെ പോലീസ് ഉണ്ടല്ല, പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത ന്യായീകരിക്കുന്ന ഈ ചാണക സംഖ്യ ഉണ്ടല്ല. ഒരു മോളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയും എപ്പോഴെങ്കിലും ഉണ്ടല്ല പോലീസ് ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ടല്ല, ഈ ചാണക സംഖ്യ ഉണ്ടല്ല, അതും ന്യായീകരിക്കും. ഉളുപ്പൊന്നാണുമല്ലാതെ അതും ന്യായീകരിക്കും. 2 ദിവസമായിട്ട് ഇവനപ്പുറത്തെ ചാണക സംഖ്യ വന്നിട്ട് ആ സംഭവത്തെ, ആ ഡൽഹി പോലീസ് ചെയ്ത ആ ക്രൂരതയെ മൊത്തമുള്ള എത്ര ഈസി ആയിട്ടാണ് ന്യായീകരിക്കുന്നത്. ആ ന്യായീകരിക്കുന്ന എല്ലാ ചാണക സംഖ്യ ഉണ്ടല്ല പെൺകുട്ടികളുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ രസം. പിന്നെ ഈ പരനാറി ഷാബു പ്രസാദ് ചെയ്ത വേറൊരു വൃത്തികേട് കണ്ടില്ലേ? ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ടല്ല, ആ കുട്ടികളുണ്ടല്ല കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളാണെന്ന്. അതായത് ആത്മഹത്യ ചെയ്ത കുട്ടികളെ വരെയുണ്ടല്ലോ ഈ പരനാറി അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവന്റെയൊക്കെ മനസ്സിൽ എത്രമാത്രം തിമിരം ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരാൾ ചാണക സംഖ്യ കഴിഞ്ഞില്ല, അവന്റെ ബുദ്ധി മാത്രമല്ല പോവുക, അവന്റെ മനസാക്ഷി ഉണ്ടല്ല, അവന്റെയൊക്കെ മനസാക്ഷിയും അതോടുകൂടി ഇല്ലാതാവും. എന്തൊക്കെയായാലും ചാണക സംഖ്യക്ക് വയറു നിറയെ കൊടുത്ത നിഷാദ് റാവുത്തറിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.